റഷ്യയുമായുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അടുപ്പമാണ് ഇപ്പോൾ പ്രധാന ചർച്ച. പല കാര്യങ്ങളിലും പുടിനും റഷ്യയ്ക്കും ട്രംപ് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ യുക്രൈനുള്ള സൈനിക സഹായ വിതരണത്തിൽ നിന്നും US പിന്മാറിയതിന് പിന്നാലെ റഷ്യ യുക്രൈനിലേക്ക് ശക്തമായ ഡ്രോൺ മിസൈൽ ആക്രമണം നടത്തിയിരുന്നു. എന്നാൽ റഷ്യയുടെ ഈ പ്രവൃത്തിയിൽ ട്രംപിന് അതൃപ്തിയെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. യുക്രൈൻ യുദ്ധത്തെക്കുറിച്ച് സംസാരിക്കാനായി പുടിനുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിന് ശേഷമാണ് ട്രംപ് തന്റെ അതൃപ്തി അറിയിച്ചതെന്ന് റിപ്പോർട്ടുകളുണ്ട്. പുടിനുമായുള്ള സംഭാഷണത്തിന് ശേഷം വളരെ അസന്തുഷ്ടനാണെന്നും അയാൾ ആളുകളെ കൊല്ലുന്നത് തുടരാനാണ് ആഗ്രഹിക്കുന്നതെന്നും ട്രംപ് പറഞ്ഞതായാണ് റിപ്പോർട്ടുകൾ. ഒപ്പം റഷ്യക്കെതിരെയുള്ള ഉപരോധങ്ങൾ കൂടുതൽ കർശനമാക്കാൻ തയ്യാറായേക്കുമെന്നും ട്രംപ് സൂചന നൽകിയതായി റിപ്പോർട്ടുകൾ പറയുന്നു. വളരെ ദുഷ്കരമായ ഒരു സാഹചര്യമാണ് ഉള്ളത്. പ്രസിഡന്റ് പുടിനുമായുള്ള എന്റെ ഫോൺ സംഭാഷണത്തിൽ എനിക്ക് വളരെ അതൃപ്തിയുണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. അയാൾക്ക് ഏതറ്റം വരെയും പോകണം, ആളുകളെ കൊല്ലുന്നത് തുടരണം, അത് നല്ലതല്ല, ട്രംപ് എയർഫോഴ്സ് 1-ൽ വെച്ച് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ പറഞ്ഞു. കഴിഞ്ഞ 6 മാസത്തോളമായി യുദ്ധം അവസാനിപ്പിക്കാൻ പുടിനോട് ആവശ്യപ്പെട്ടെങ്കിലും അതിന് അവർ തയ്യാറാകുന്നില്ലെന്നും അങ്ങനെയാണെങ്കിൽ റഷ്യക്കെതിരായ ഉപരോധങ്ങൾ കർശനമാക്കാൻ ഒടുവിൽ തനിക്ക് തീരുമാനിക്കേണ്ടി വരുമെന്നും ട്രംപ് സൂചന നൽകി. ഒപ്പം ഉപരോധങ്ങളെക്കുറിച്ച് തങ്ങൾ സംസാരിച്ചിരുന്നെന്നും അത് വരാൻ സാധ്യതയുണ്ടെന്ന് പുടിന് മനസ്സിലാകുമെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. റഷ്യക്കെതിരെയുള്ള നീക്കത്തിൽ യുക്രൈനുള്ള സൈനിക സഹായം തടഞ്ഞതിനെക്കുറിച്ചുള്ള ചോദ്യത്തിന് വെള്ളിയാഴ്ച യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കിയുമായി ചർച്ച നടത്തിയെന്നും വളരെ തന്ത്രപരമായ തീരുമാനമാണ് ഉണ്ടായതെന്നും ട്രംപ് മറുപടി നൽകി. US സഹായം നിലച്ചുവെന്ന വാർത്തകൾക്ക് പിന്നാലെ റഷ്യ യുക്രൈനെതിരെ നടത്തിയത് ഏറ്റവും വലിയ ഡ്രോൺ മിസൈൽ ആക്രമണമായിരുന്നു. ഇതിന് പിന്നാലെ യുക്രൈന്റെ വ്യോമ പ്രതിരോധം ശക്തമാക്കുന്നതിന് US സഹായം വാഗ്ദാനം ചെയ്തിരുന്നെന്ന് സെലൻസ്കി പറഞ്ഞു. അതേസമയം യുക്രൈന്റെ മിസൈൽ ആക്രമണത്തിൽ റഷ്യൻ നാവികസേന ഉപമേധാവിയടക്കം 10 സൈനിക ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടു. കുർസ്കിലെ കൊരനെവോയിലെ റഷ്യൻ കമാൻഡ് പോസ്റ്റിൽ യുക്രൈൻ ബുധനാഴ്ച നടത്തിയ വ്യോമാക്രമണത്തിലാണ് മേജർ ജനറൽ മിഖായേൽ ഗുഡ്കോവ് ഉൾപ്പെടെ കൊല്ലപ്പെട്ടത്. യുക്രൈൻ അതിർത്തിയോട് ചേർന്നാണ് ഈ മേഖല. യുക്രൈൻ യുദ്ധത്തിൽ കൊല്ലപ്പെടുന്ന സീനിയർ സൈനിക ഉദ്യോഗസ്ഥരിലൊരാളാണ് ഗുഡ്കോവ്. പല രാജ്യങ്ങൾക്കും ചുമത്തുകയും പിന്നീട് താൽക്കാലിക നിരോധനം ഏർപ്പെടുത്തുകയും ചെയ്ത അധിക നികുതി നിരോധനം ജൂലൈ 9-ന് അവസാനിക്കാനിരിക്കെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് 12 രാജ്യങ്ങൾക്ക് കത്തയക്കുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന മറ്റൊരു റിപ്പോർട്ട്. സ്വീകരിക്കുക അല്ലെങ്കിൽ ഉപേക്ഷിക്കുക എന്നതാണ് കത്തിന്റെ ഉള്ളടക്കമെന്ന് US മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. തിങ്കളാഴ്ച ഈ രാജ്യങ്ങൾക്ക് കൈമാറാനുള്ള കത്തിൽ ട്രംപ് ഒപ്പുവെച്ചു. അധിക നികുതി ഏർപ്പെടുത്തിയതിനു ശേഷം 90 ദിവസത്തേക്കാണ് താൽക്കാലികമായി മരവിപ്പിച്ചത്. ഈ കാലാവധിയാണ് ജൂലൈ 9-ന് അവസാനിക്കുന്നത്. ഏതൊക്കെ രാജ്യങ്ങൾക്കാണ് കത്ത് നൽകുന്നതെന്ന് വെളിപ്പെടുത്താൻ ട്രംപ് ഇപ്പോൾ തയ്യാറായിട്ടില്ല. ഏപ്രിലിൽ US-ലേക്കുള്ള മിക്ക ഇറക്കുമതികൾക്കും 10% അടിസ്ഥാന താരിഫ് ഏർപ്പെടുത്തിയതായി ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു. ചില രാജ്യങ്ങൾക്ക് ഈ നിരക്കുകൾ 50% വരെ ഉയരാൻ സാധ്യതയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സമയപരിധി അടിസ്ഥാനമാക്കിയുള്ള വ്യാപാര കരാറിൽ ഒപ്പുവെക്കില്ലെന്നും കരാറിനായുള്ള ചർച്ചകൾക്ക് സ്വന്തം നിബന്ധനകൾ വെക്കുമെന്നും കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലും വ്യക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.